നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന്റെ മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരേക്കും നൈറ്റ് ഓഫ് ചാമ്പ്യനിൽ 6 മാച്ചാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ AJ സ്റ്റൈൽസ്, ഡൊമിനിക് മിസ്റ്റീരിയോ ഇവർക്ക് IC ചാമ്പ്യൻഷിപ്പ് മാച്ചും സൗദിയിൽ വെച്ചതായിരുന്നു. പിന്നീട് ഡൊമിനിക് മിസ്റ്റീരിയോക്ക് ഇഞ്ചുറി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മാച്ച് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻ ടെലികാസ്റ്റ് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ 28-ാം തീയതി ശനിയാഴ്ച രാത്രി 10:30 ഷോ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിൽ നമ്മൾക്ക് ഈ ഷോ ലൈവായി കാണാൻ സാധിക്കും. അതുപോലെ കിക്ക് ഓഫ് കാണണമെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ 9:30 അപ്പോൾ അതിൽ പ്രത്യേകിച്ച് മാച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മെയിൻ കാർഡ് 10:30 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാത്രി 10:30 മറക്കാതെ കാണാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് റിയ റിപ്ലി വേഴ്സസ് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻ റാക്കൽ റോഡ്രിഗസ് ഇവർക്ക് തമ്മിലുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ, അതായത് ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത എന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും റിയ റിപ്ലിയാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന് നല്ലൊരു മാച്ച് നമുക്ക് തരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ മാച്ചിൽ റിയ റിപ്ലിയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സാമി സെയിൻ വേഴ്സസ് കെരിയൻ ക്രോസ് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ ഒരു മാച്ച് കൺഫേം ചെയ്ത സമയത്ത് ഫാൻസ് എല്ലാം ആഗ്രഹിക്കുന്നത് സാമി സെയിന് പകരം കെരിയൻ ക്രോസ് ഈ മാച്ച് വിൻ ചെയ്യണം എന്നാണ്. അതായത് കെരിയൻ ക്രോസ് ഈ മാച്ച് വിൻ ചെയ്ത് സാമി സെയിനെ തോൽപ്പിക്കുകയാണെങ്കിൽ കെരിയൻ ക്രോസിന്റെ കരിയർ ഇനി നല്ല രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്, അതായത് കെരിയൻ ക്രോസ് ഈ മാച്ച് വിൻ ചെയ്യണമെന്ന്. എന്നാൽ ഈ മാച്ച് സൗദിയിലായതുകൊണ്ട് ചാൻസ് കുറവാണ്. അതായത് സാമി സെയിനാണ് ഈ മാച്ച് വിൻ ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ സാമി സെയിൻ. അടുത്ത മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ജേക്കബ് ഫാട്ടു വേഴ്സസ് സോളോ സിക്കാവ ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ പലതരത്തിലുള്ള ചീറ്റിങ് കാര്യങ്ങളെല്ലാം സംഭവിച്ചേക്കാം. അതുപോലെ ജിമ്മി യുസോ വന്നുകൊണ്ട് ഒരു സേവിങ് സെഗ്മെൻറ്റും കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ജേക്കബ് ഫാട്ടു തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവും. എന്തായാലും ഇവരുടെ മാച്ച് ഇവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് സമ്മർ സ്ലാമിലായിരിക്കും അവസാനിക്കുക. അപ്പോൾ ഈ മാച്ച് ക്ലീൻ ആയിട്ട് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജേക്കബ് ഫാട്ടു. അടുത്ത മാച്ച് ക്വീൻ ഓഫ് ദി റിങ്ങിൻ്റെ ഫൈനൽ മാച്ച്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് ആസ്ക വേഴ്സസ് ജേഡ് കാർഗിൽ ഇവർക്കാണ്. ഈ മാച്ച് അടിപൊളി മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട്. എന്നാലും ഈ മാച്ചിൽ വിൻ ചെയ്യാൻ പോകുന്നത് ആസ്കയാണ്. അതായത് റോ എപ്പിസോഡിൽ തന്നെ യുസ്കയുമായിട്ട് ഒരു ചെറിയ സെഗ്മെന്റ് പോലെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആസ്കയാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. ആസ്ക വേഴ്സസ് ഇയോ സ്കൈ സമ്മർ സ്ലാമിലേക്ക് ഒരു വേറെ ലെവൽ മാച്ച് WWE സെറ്റ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ആസ്ക. അപ്പോൾ ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും. അടുത്തത് കിങ് ഓഫ് ദി റിംഗ് ഫൈനൽ മാച്ച്. അപ്പോൾ ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്കും വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും. ഈ മാച്ച് നടക്കാൻ പോകുന്നത് റാൻഡി ഓർട്ടൺ വേഴ്സസ് കോഡി റോഡ്സ് ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ച് ഇപ്പോൾ വെച്ചതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അവരോട് പറയാനായിട്ടുള്ളത് ഈ മാച്ചൊക്കെ ഒരു വേറെ ലെവൽ സ്റ്റോറി ലൈൻ ചെയ്ത് കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു മാച്ചായിരുന്നു. അത് പെട്ടെന്ന് വെച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും കോഡി റോഡ്സ് ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. അതായത് കോഡി റോഡ്സ് വിൻ ചെയ്ത സമ്മർ സ്ലാമിൽ ജോൺ സീനയെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചാലഞ്ച് ചെയ്യും. എന്തുകൊണ്ടാണ് സിമ്പിളായി പറഞ്ഞത് എന്ന് വെച്ചാൽ റാൻഡി ഓർട്ടനായിട്ട് ഇനി ജോൺ സീനയ്ക്ക് യാതൊരു വിധത്തിലുള്ള മാച്ചോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്ന് സീനയും അതുപോലെ തന്നെ WWE പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവസാനത്തെ മാച്ചാണ് അവരുടെ എന്ന്. അതുപോലെ തന്നെ സ്റ്റോറി നോക്കുന്ന സമയത്തും കോഡി റോഡ്സ് ആണ് വിൻ ചെയ്യാൻ പോകുന്നത്. റാൻഡി ഓർട്ടൺ വിൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ കോഡി റോഡ്സ് വിൻ ചെയ്ത് സമ്മർ സ്ലാമിലേക്ക് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകും. അടുത്ത മാച്ച് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്. WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് CM പങ്ക് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. ഇവരുടെ കരിയറിലെ അവസാനത്തെ മാച്ചാണ് ഇത്. ഇനി CM പങ്കായിട്ട് മാച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സീന എപ്പോഴത്തെയും പോലെ ചീറ്റ് ചെയ്ത് ഈ മാച്ചിൽ CM പങ്കിനെ തോൽപ്പിക്കും. ഒരു പക്ഷേ ഈ മാച്ചിലെങ്ങാനും ഓമോസിനെ കൊണ്ടുവരുമോ എന്നറിയില്ല. WWE കോൺട്രാക്റ്റ് സൈൻ ചെയ്തതായിട്ടും സ്മാക്ക് ഡൗണിൽ വരുന്നതൊക്കെ ആയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ കൊണ്ട് നൈറ്റ് ഓഫ് ചാമ്പ്യനിൽ വെക്കുമോ എന്നറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ടൈപ്പ് ഒപ്പിച്ചുകൊണ്ട് ജോൺ സീന തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആവുക. അതോടുകൂടി CM പങ്കും ജോൺ സീന മാച്ചും എൻഡ് ആവും. പിന്നെ ഒരിക്കലും നമ്മൾക്കത് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജോൺ സീന.
പിന്നെ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയൊന്നും ഇപ്പോൾ കാണുന്നില്ല. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, സമ്മർ സ്ലാം ടൈമിലായിരിക്കാം റോമൻ വരാ എന്നാണ് തോന്നുന്നത്. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.